പാലക്കാട് കിഴക്കഞ്ചേരി മംഗലം പ്രദേശത്ത് വീടിന് സമീപത്ത് പുലിയെ കണ്ടതായിട്ട് നാട്ടുകാർ പറയുന്നുണ്ട്. ഓടന്തോട് നന്നങ്ങാടി ഭാഗത്ത് ഇന്ന് പുലർച്ചെയാണ് പുലിയെ കണ്ടത്. പ്രദേശത്തെ കാൽപ്പാടുകൾ കണ്ടതായും നാട്ടുകാർ പറയുന്നു. വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. അവിടെ നിന്നുള്ള ചില പ്രതികരണങ്ങൾ ലഭ്യമാണ്. നമുക്ക് ആ പ്രതികരണങ്ങൾ ആദ്യം കേൾക്കാം. അതിനുശേഷം സച്ചിൻ ചേരും വിവരങ്ങളുമായിട്ട്. ഞാൻ അടിച്ച് നോക്കുമ്പോൾ ഒരു 3:30 ഇവിടെ പുലി കണ്ടു. ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ മാത്രമല്ല അച്ഛനും കണ്ടിട്ടുണ്ട്. ഒരു തള്ളയും ഒരു കുട്ടിയാണ് കണ്ടത്. സച്ചിൻ വള്ളിക്കാട് ചേർന്നു. സച്ചിനെ, അപ്പം പുലിയെ നേരിട്ട് കണ്ടതായിട്ടാണ് ഇപ്പം ഇവർ പറഞ്ഞനുസരിച്ച് മനസ്സിലാവുന്നത്. ഇപ്പം വനം വകുപ്പിന്റെ പരിശോധനയിൽ എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ? കൂട് സ്ഥാപിക്കൽ നടപടികളിലേക്കൊക്കെ പോകണമെങ്കിൽ ഇതിനെ കൂടുതൽ സ്ഥിരീകരിക്കണമല്ലേ ഇതിന്റെ സാന്നിധ്യം? സേതു, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മംഗലം ഡാം പ്രദേശത്ത് പുലിയുടെയും അതേപോലെ തന്നെ കടുവയുടെയും സാന്നിധ്യം കണ്ടിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് നേരത്തെ കേട്ട സുനിതയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് പുലിയും പുലിയുടെ കുട്ടിയുമാണ് വീട്ടിൻ്റെ മുന്നിൽ എത്തിയത് എന്നാണ് സുനിതയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. സുനിതയും കുടുംബവും താമസിക്കുന്ന വീട് ഇന്ന് പുലർച്ചയോടുകൂടെ 3:30 അവർ വാതിൽ തുറന്ന് പുറത്ത് നോക്കുമ്പോഴാണ് പുലിയെയും കുട്ടിയെയും കണ്ടിട്ടുള്ളത്. ഉടൻ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പ് സമീപ പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഈ സുനിതയുടെ വീട്ടിന് മുന്നിൽ പുലിയെ കണ്ടതിനെ തുടർന്നും അതേപോലെ തന്നെ വീട്ടിൻ്റെ മുന്നിൽ പുലിയുടെ കാൽപ്പാടുകളും വീട്ടുകാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഉടൻ തന്നെ വനംവകുപ്പിൻ്റെ പരിശോധന ആ പ്രദേശത്തുണ്ടാവും. പ്രധാനമായും മംഗലം ഡാം ഓടന്തോട് നന്നങ്ങാടി ഭാഗത്താണ് ഇന്ന് രാവിലെയോടുകൂടെ പുലിയെ കണ്ടതായി നാട്ടുകാരും പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ അതായത് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ആ പ്രദേശങ്ങളിലെല്ലാം കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തായാലും ആ കൂട്ടിലൊന്നും പുലിയോ അല്ലെങ്കിൽ കടുവയോ ഇതുവരെ കുടുങ്ങിയിട്ടില്ല. അതിനാൽ തന്നെ വനംവകുപ്പ് ഇനി കൂട് ഈ പ്രദേശത്തേക്ക് അതായത് ഓടന്തോട് ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു പ്രവൃത്തിയിലേക്കും കടക്കും എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അല്പസമയത്തിനുള്ളിൽ തന്നെ വനംവകുപ്പ് പ്രദേശത്തെത്തി പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സേതു.